Hello, my dear students. Welcome to Learner's World. Today I talk about Appreciating Fiction, Module 1, Part 2. Okay, let's move on to difference between long fiction and short fiction. Long fiction is large scale project that takes a lot more stamina than a short fiction. 60,000 to over 1,20,000 words. അതായത് ഈ ലോങ് ഫിക്ഷൻ എന്ന് പറയുന്നത് ലോങ് ഫിക്ഷൻ്റെ ലെങ്ത്ത് കുറച്ച് ഷോർട്ട് ഫിക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണെന്നാണ് പറയുന്നത്. അതായത് ഇതിന് ഒരുപാട് നമ്മൾ എനർജി ഒക്കെ എടുത്ത് ചെയ്യേണ്ട ഒന്നാണ് ലോങ് ഫിക്ഷൻ. ഇതിൻ്റെ ഒരു വേർഡ്സ് എന്ന് പറയുന്നത് 60,000 ടു ഓവർ 1,20,000 വേർഡ്സാണ് ഈ ലോങ് ഫിക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഷോർട്ട് ഫിക്ഷൻ ഈസ് ഷോർട്ട് ഇൻ ലെങ്ത് 1,000 to 20,000 വേർഡ്സ്. ഷോർട്ട് ഫിക്ഷൻ ലോങ് ഫിക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഷോർട്ടാണെന്നാണ് പറയുന്നത്. ലെങ്ത് വളരെ ഷോർട്ടാണ്. അതിലുള്ള വേർഡ്സ് 1,000 to 20,000 വേർഡ്സ് മാത്രമേ ഷോർട്ട് ഫിക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. Long fiction has a cast of characters and the story can be told from any of those characters' viewpoints. ലോങ് ഫിക്ഷനിൽ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണാൻ കഴിയും. അതിൽ ഒരു ക്യാരക്ടറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും ആ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഷോർട്ട് ഫിക്ഷൻ ഹാസ് വൺ മെയിൻ ക്യാരക്ടർ ആൻഡ് ദ സ്റ്റോറി ഈസ് ടോൾഡ് ത്രൂ ദാറ്റ് ക്യാരക്ടേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. പക്ഷേ നമുക്ക് ഷോർട്ട് ഫിക്ഷനിൽ ഒരു ക്യാരക്ടറെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതായത് ഒരു മെയിൻ ക്യാരക്ടറെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ആ ഒരു മെയിൻ ക്യാരക്ടറുടെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ് പിന്നീട് ആ ഷോർട്ട് സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Long fiction can take place over a short period of time or it may cover years or generations in many different settings, countries and even പ്ലാനറ്റ്സ്. അതായത് ലോങ് ഫിഷൻ എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് മേ ബി അത് ഫിനിഷ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഇയേഴ്സ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ജനറേഷൻ തന്നെ നമുക്ക് അത് ഫിനിഷ് ചെയ്യാൻ എടുക്കേണ്ടി വരും. അതുപോലെ അതിന് ഡിഫറെൻറ്റ് സെറ്റിങ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സെറ്റിങ് മാത്രമല്ല, ഡിഫറെൻറ്റ് സെറ്റിങ്സ് അതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് കൺട്രീസിൽ അതിൻ്റെ സെറ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആൻഡ് ഈവൻ ഇൻ പ്ലാനറ്റ്സ് ചിലപ്പോൾ അത് പ്ലാനറ്റ്സിൽ വരെ അതിൻ്റെ സെറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഷോർട്ട് ഫിക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ് ഇൻ എ ഫ്യൂ സെറ്റിംഗ്. അതായത് ഷോർട്ട് ഫിക്ഷനിൽ ഫ്യൂ ഹവേഴ്സ് കൊണ്ട് നമുക്ക് ആ ഒരു ഷോർട്ട് ഫിക്ഷൻ ഫിനിഷ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് സെറ്റിങ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഫ്യൂ സെറ്റിങ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ലോങ് ഫിക്ഷൻ ക്യാൻ എക്സ്പ്ലോർ ഡിഫറെൻറ്റ് തീംസ് ആൻഡ് ഹാസ് മോർ ബ്രെഡ്ത്ത് ആൻഡ് സ്കോപ്പ്. ലോങ് ഫിക്ഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് തീംസ് എക്സ്പ്ലോർ ചെയ്യുന്നത് കാണാൻ കഴിയും. പക്ഷേ എ ഷോർട്ട് ഫിക്ഷൻ ഹാസ് വൺ തീം. പക്ഷെ നമുക്ക് ഒരു ഷോർട്ട് ഫിക്ഷനിൽ ഒരു തീം മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. Long fiction has time to explore characters, different settings, subplots and sweeping events. അതായത് ലോങ് ഫിക്ഷനിൽ നമുക്ക് കാണാൻ കഴിയും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നത് കാണാൻ കഴിയും, ഡിഫറെൻറ്റ് സെറ്റിംഗ് എക്സ്പ്ലോർ ചെയ്യുന്നത് കാണാൻ കഴിയും, അതുപോലെ സബ്പ്ലോട്ട്സ് നമുക്ക് കാണാൻ കഴിയും, ആൻഡ് ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് നമുക്ക് ലോങ് ഫിക്ഷനിൽ കാണാൻ കഴിയും. ദ കമ്മിറ്റ്മെൻറ്റ് ടു റൈറ്റ് എ നോവൽ ഈസ് മച്ച് ലാർജർ ആൻഡ് ഇറ്റ് മേ ടേക്ക് ഇയേഴ്സ് ടു റിസർച്ച്, റൈറ്റ്, റീറൈറ്റ് ആൻഡ് എഡിറ്റ്. അതായത് ഈ ഒരു ഓതർക്ക് ഒരു ലോങ് ഫിക്ഷൻ ഫിനിഷ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഓതർക്ക് ആ ഫിക്ഷനുമായിട്ട് നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇയേഴ്സ് റിസർച്ച് ചെയ്തിട്ടാണ് ആ ഒരു ലോങ് ഫിക്ഷൻ അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം റൈറ്റ് ചെയ്യും, പിന്നീട് അത് റീറൈറ്റ് ചെയ്യും, പിന്നീട് അത് എഡിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിന് ഒരുപാട് ഇയേഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഷോർട്ട് ഫിക്ഷൻ ഗിവ്സ് ദ ഓതർ എ ചാൻസ് ടു എക്സ്പ്ലോർ വൺ ഐഡിയ വിത്ത് വൺ ക്യാരക്ടർ. പക്ഷേ ഷോർട്ട് ഫിക്ഷന് ആ ഒരു ഓതർക്ക് ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഒരു ഐഡിയ മാത്രമേ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി റിട്ടൺ സോ ദാറ്റ് ഇറ്റ് ഈസ് ടൈറ്റ് ആൻഡ് ലോഡ് കൺവേർഡ് ഇൻ ആൻ എക്കോണമി ഓഫ് വേർഡ്സ്. അതായത് ഒരു ഷോർട്ട് ഫിക്ഷന് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതായത് ഫ്യൂ വേർഡ്സ് മാത്രമേ അതിൽ ഇൻക്ലൂഡഡ് ആക്കാൻ കഴിയുള്ളൂ. അതായത് 1,000 വേർഡ്സ് ടു
20,000 വേർഡ്സ് വരെയൊക്കെ മാത്രമേ അതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണെന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് മേ ബി റിട്ടൺ ഇൻ വൺ സിറ്റിംഗ് ആൻഡ് റിവിട്ടൺ ആൻഡ് എഡിറ്റഡ് ഇൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. അതായത് ആ ഓതർക്ക് ഒറ്റ ഇരിപ്പിൽ തന്നെ ചിലപ്പോൾ ആ ഒരു ഷോർട്ട് സ്റ്റോറി, ആ ഒരു ഷോർട്ട് ഫിക്ഷൻ നമുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുപോലെ ആ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ തന്നെ അത് എഡിറ്റ് ചെയ്യുകയും റീറൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. Then I talk about types of fiction. First one is realistic fiction, and second one is historical fiction, and third one is fantasy fiction, science fiction, crime fiction, and Gothic fiction. I talk about realistic fiction. Realistic fiction is a genre consisting of stories that could have actually occurred to people or animals in a believable setting. അതായത് റിയലിസ്റ്റിക് ഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു ബിലീവബിൾ സെറ്റിങ്ങിൽ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുന്നതിനെയാണ് റിയലിസ്റ്റിക് ഫിക്ഷൻ എന്ന് പറയുന്നത്. ദീസ് സ്റ്റോറീസ് റിസംബിൾ റിയൽ ലൈഫ്, അതായത് റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റിസംബിൾ ആയിരിക്കും ഈ ഒരു റിയലിസ്റ്റിക് ഫിക്ഷൻ എന്നാണ് പറയുന്നത്. And fictional characters within these stories react similarly to real people. അതായത് ഈ ഒരു റിയലിസ്റ്റിക് ഫിക്ഷനിലുള്ള ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് റിയൽ ലൈഫ് പീപ്പിളുമായിട്ട് റിസംബിളാണ്, സാമ്യമുണ്ട് എന്നാണ് പറയുന്നത്. Stories that are classified as realistic fiction have plots or issues that mirror contemporary life, such as falling in love, marriage, finding a job, divorce, alcoholism, etc. അതായത് ഈ ഒരു റിയലിസ്റ്റിക് ഫിക്ഷനിൽ ഉള്ള പ്ലോട്ട് എന്താണ് എക്സ്പ്ലോർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇഷ്യൂസ് ഓഫ് കണ്ടംപററി ലൈഫാണെന്നാണ് പറയുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് falling in love, marriage, finding a job, divorce, alcoholism, etc. Okay. Then I talk about characteristics of realistic fiction. The events portrayed in realistic fiction conjure questions that a reader could face in everyday life. അതായത് ഈ ഒരു റിയലിസ്റ്റിക് ഫിക്ഷനിൽ ഇവൻറ്റ്സ് പോർട്രേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു റീഡറുടെ റിയൽ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസൊക്കെയാണ് ഈ ഒരു റിയലിസ്റ്റിക് ഫിക്ഷനിൽ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ക്യാരക്ടേഴ്സ് ലിവ് ഇൻ പ്ലേസസ് ദാറ്റ് കുഡ് ബി ഓർ ആർ റിയൽ. അതായത് ഇതിലെ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ലിവ് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് മേ ബി അത് റിയൽ പ്ലേസ് തന്നെ ആകാമെന്നാണ് പറയുന്നത്. ദ ക്യാരക്ടേഴ്സ് സീം ലൈക്ക് റിയൽ പീപ്പിൾ വിത്ത് റിയൽ ഇഷ്യൂസ് സോൾവഡ് ഇൻ എ റിയലിസ്റ്റിക് വേ. അതായത് ഈ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് റിയൽ പീപ്പിളുമായിട്ട് റിസംബിൾഡ് ആണെന്ന്, അതായത് സാമ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിയൽ പീപ്പിൾസ് എങ്ങനെയാണ് അവരുടെ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഈ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ്, അതായത് റിയലിസ്റ്റിക് ഫിക്ഷനിലുള്ള ക്യാരക്ടേഴ്സ് അവരുടെ ഇഷ്യൂസ് ഒരു റിയലിസ്റ്റിക് വേയിലാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Then I talk about examples of realistic fiction. First one is The Fault in Our Star. It written by John Green, and another example is The Outsiders, written by S.C. Hinton, and another example is To Kill a Mockingbird, written by Harper Lee, and another example is The Catcher in the Rye, written by J.D. Salinger. Then I talk about another type of fiction is historical fiction. Historical fiction in which the plot takes place in a setting located in the past. അതായത് ഇതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് പാസ്റ്റിലായിരിക്കും. അതായത് പാസ്റ്റിൽ ഏതെങ്കിലും ഒരു പീരിയഡിൽ നടന്ന ഇവൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലോട്ടായിരിക്കും ഹിസ്റ്റോറിക്കൽ ഫിക്ഷനിൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് പേസ് അറ്റൻഷൻ ടു ദ മാനേഴ്സ്, സോഷ്യൽ കണ്ടീഷൻസ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ഓഫ് ദ ഡെപിക്റ്റഡ് പീരിയഡ്. അതായത് ആ ഒരു പീരിയഡിലുള്ള സോഷ്യൽ കണ്ടീഷൻസും മാനേഴ്സും ഒക്കെ ആയിരിക്കും ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷനിൽ ഡെപിക്റ്റ് ചെയ്യുന്നത് എന്നാണ്, പോർട്രേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ പീരിയഡിലുള്ള ഒരു ഇവൻറ്റിനെയാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ പോർട്രേ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സർ വാൾട്ടർ സ്കോട്ട്സ് ഐവൻഹോ, published in 1819, was one of the first popular historical fiction. അതായത് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്ന് പറയുന്നത് വാൾട്ടർ സ്കോട്ടിൻ്റെ ഐവൻഹോ ആണ്. വാൾട്ടർ സ്കോട്ടാണ് ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ ഓതർ എന്ന് പറയുന്നത്. Then I talk about examples of historical fiction.
First one is The Adventures of Huckleberry Finn. It published in 1885, written by Mark Twain. Mark Twain's Adventures of Huckleberry Finn എന്നുള്ളത് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ഒരു എക്സാമ്പിൾ ആണ്. Another one is Waverly. It published in 1840, written by Walter Scott. And another one is A Tale of Two Cities, written by Charles Dickens. Then I talk about fantasy fiction. Fantasy fiction in which the plot could not happen in real life. അതായത് റിയലിസ്റ്റിക് ഫിക്ഷൻ്റെ പോലെ റിയൽ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഫാൻറ്റസിയിൽ പറയുന്നത് എന്നാണ്. അതായത് റിയൽ ലൈഫിലുള്ള സിറ്റുവേഷൻസ് ഒന്നും നമുക്ക് ഫാൻറ്റസി ഫിക്ഷനിൽ കാണാൻ കഴിയില്ല. ദ പ്ലോട്ട് ഇൻവോൾവ്സ് മാജിക് ഓർ വിച്ച് ക്രാഫ്റ്റ് ആൻഡ് ടേക്സ് പ്ലേസ് ഓൺ അനദർ പ്ലാനറ്റ് ഓർ ഇൻ അൺഡിസ്കവേർഡ് ഡയമെൻഷൻ ഓഫ് ദിസ് വേൾഡ്. ഫാൻറ്റസി ഫിക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് മാജിക്, അതുപോലെ വിച്ച് ക്രാഫ്റ്റ്, എന്തെങ്കിലും മന്ത്രവാദം, അതുപോലെ ഒരു അൺഡിസ്കവേർഡ് ആയിട്ടുള്ള അതായത് ഈ പ്ലാനറ്റിലൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഫാൻറ്റസി ഫിക്ഷനിലുള്ളത് എന്നാണ് പറയുന്നത്. The plot also involves mythical creatures or talking animals that might wear clothes and live in the house and witches. അതായത് ഈ ഒരു ഫാൻറ്റസി ഫിക്ഷനിലുള്ള പ്ലോട്ട് എന്ന് പറയുന്നത് മേ ബി മിത്തിക്കൽ ക്രിയേച്ചേഴ്സ് ഉണ്ടാവാം, അതുപോലെ ടോക്കിംഗ് ആനിമൽസ് ഉണ്ടാവാം. ഈ ടോക്കിംഗ് ആനിമൽസ് ചിലപ്പോൾ അവർ ക്ലോത്ത്സ് ഒക്കെ വിയർ ചെയ്തിട്ട് അവർ ഒരു വീട്ടിനുള്ളിൽ നിൽക്കുന്ന ഒരു സെറ്റിംഗ് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അവിടെ വിച്ചസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫാൻറ്റസി ഫിക്ഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. Examples of fantasy fiction is Alice in Wonderland. It published in 1865, written by Lewis Carroll. അപ്പോൾ ലൂയിസ് കരോളിൻ്റെ ആലീസ് ഇൻ വണ്ടർലാൻഡ് ഒരു ഫാൻറ്റസി ഫിക്ഷൻ എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. അനദർ എക്സാമ്പിൾ ഈസ് ദ ഗോൾഡൻ കോമ്പസ്. ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1995, written by Philip Pullman. And another example is Harry Potter and the Philosopher's Stone. It published in 1997 and written by J.K. Rowling. Then I talk about science fiction. Science fiction is also known as SF or sci-fi It's a genre of fiction literature whose content is imaginative but based in science. അതായത് ലിറ്ററേച്ചറിലുള്ള ഒരു ജേണറാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ കോണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇമാജിനേറ്റീവ് ആണെന്നാണ് പറയുന്നത്. ബട്ട് ബേസ്ഡ് ഇൻ സയൻസ്. അത് ഇതിൻ്റെ കോണ്ടൻറ്റ് ഇമാജിനേറ്റീവ് ആയാലും അത് സയൻസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. It relies heavily scientific facts, theories and principles as support for its settings, characters, themes and plot lines. അതായത് ഇതിൻ്റെ ക്യാരക്ടേഴ്സും അതുപോലെ സെറ്റിങ്ങും തീംസും പ്ലോട്ടൊക്കെ സയൻറ്റിഫിക് ഫാക്ട്സും തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ ബേസ് ചെയ്തിട്ടാണെന്നാണ് പറയുന്നത്. ഇറ്റ് പോപ്പുലൈസ്ഡ് ബൈ ഹ്യൂഗോ ജേൺസ്ബാക്ക്. അതായത് ഈ സയൻസ് ഫിക്ഷൻ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ഹ്യൂഗോ ജേൺസ്ബാക്ക് ആണെന്നാണ് പറയുന്നത്. Examples of science fiction are Time Machine, it written by H.G. Wells, and The Machine Stops, it written by E.M. Forster, and Brave New World, it published in 1932, it written by Aldous Huxley. These are the examples of science fiction. Then I talk about crime fiction. Crime fiction, detective story, murder mystery, mystery novel, police novel are terms used to describe narratives that center on criminal acts and especially on the investigation either by an professional detective or of a serious crime, generally a murder. അതായത് ക്രൈം ഫിക്ഷൻ്റെ കാറ്റഗറീസ് തന്നെയാണ് ഡിറ്റക്റ്റീവ് സ്റ്റോറി, മർഡർ മിസ്റ്ററി നോവൽ, പോലീസ് നോവൽ. ഈ ഒരു ടേംസൊക്കെ ക്രൈം ഫിക്ഷൻ്റെ റിലേറ്റഡ് ടേംസ് ആണെന്നാണ് പറയുന്നത്. ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അതായത് എന്തെങ്കിലും ക്രിമിനൽ ആക്ട്സ്, ആ ഒരു ക്രിമിനൽ ആക്ട്സ് നടന്നു കഴിഞ്ഞാൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഒരു ക്രൈം ഫിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മർഡറൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രൈം ഫിക്ഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സബ് കാറ്റഗറീസ് ഓഫ് ക്രൈം ഫിക്ഷൻ ആർ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ, കോർട്ട് റൂം ഡ്രാമ, ഹാർഡ് ബോയിൽഡ് ഫിക്ഷൻ, ലീഗൽ ത്രില്ലേഴ്സ്. ദീസ് ആർ ദ സബ് കാറ്റഗറീസ് ഓഫ് ക്രൈം ഫിക്ഷൻ. Then I talk about examples of crime fiction. Sir
ആർതർ കൊണാൻ ഡോയിലെ ഇറ്റ് റിട്ടൺ ബൈ ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസിൻ്റെ സർ ആർതർ കൊണാൻ ഡോയിലെ എന്ന് പറയുന്നത് ക്രൈം ഫിക്ഷൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. ദെൻ ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ് പബ്ലിഷ്ഡ് ഇൻ 1920 ആൻഡ് റിട്ടൺ ബൈ അഗത ക്രിസ്റ്റി. ഇറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് crime fiction. And the murders in the rue morgue published in 1841 and written by Edgar Allan Poe is another example of crime fiction. Then I talk about Gothic fiction. Gothic fiction refers to a style of writing that is characterized by elements of fear, horror, death, gloom, as well as romantic elements such as nature, individuality, high emotion include fear and suspense. അതായത് ഈ ഗോത്തിക് ഫിക്ഷൻ എന്ന് പറയുന്നത് അതായത് എലമെൻറ്റ്സ് ഓഫ് ഫിയർ, ഡെത്ത്, ഹൊറർ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഗോത്തിക് ഫിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഗോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് നമ്മൾ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഫിക്ഷനെയാണ് ഗോത്തിക് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഗോത്തിക് ഫിക്ഷൻ വാസ് ഇനാഗുറേറ്റഡ് ബൈ ഹൊറാസ് Walpole's The Castle of Otranto, a Gothic story. It published in 1764. അതായത് ഈ ഗോത്തിക് ഫിക്ഷൻ ഫസ്റ്റ് ആയിട്ട് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത് ഹൊറാസ് വാൾപോളാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ദ കാസിൽ ഓഫ് ഒട്രാൻഡോ എ ഗോത്തിക് സ്റ്റോറി എന്ന ബുക്കിലാണ് അത് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1764. The principal aim of such fiction was to evoke chilling terror by exploiting mystery and a variety of horrors. അതായത് ഈ ഒരു റീഡേഴ്സിനെ പേടിപ്പെടുത്തുന്ന ഒരു എയിമോട് കൂടിയിട്ട്, അതായത് ടെറർ, ഫിയർ, ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഗോത്തിക് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡെവലപ്പ് എ ബ്രൂഡിങ് അറ്റ്മോസ്ഫിയർ ഓഫ് ഗ്ലൂം ആൻഡ് ടെറർ. ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഗ്ലൂം ആൻഡ് ടെറർ ആണെന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് Gothic fiction are Vathek, published in 1786, written by William Beckford. And another example is The Mysteries of Udolpho, published in 1794, written by Anne Radcliffe. And another example is The Monk. It published in 1796 and written by Matthew Gregory Lewis. And I conclude today's topic. Thank you for watching our video. If you are interested, please subscribe, comment, share and like.